UKKCയുടെ ബർമിംഗ്ഹാം യൂണിറ്റ് കുരിശിന്റെ വഴിയെ അവഹേളിച്ച സംഭവം പ്രതിഷേധം ശക്തമാകുന്നു. യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തലിക് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുകെയിലെ ജ്ഞാനായ സംഘടനയായ UKKCയുടെ ബർമിംഗ്ഹാം യൂണിറ്റ് കുരിശിന്റെ വഴിയെ അവഹേളിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവർ പോലും ഏറ്റവും ആദരവോടെ നോക്കിക്കാണുന്നതാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും. ജ്ഞാനായ സമൂഹം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയായ ഈശോയുടെ കുരിശിലെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനയെ സമുദായ സംരക്ഷണമെന്ന പേരിൽ വികൃതമാക്കി അവഹേളിച്ച ഈ UKKCA യൂണിറ്റിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത്. സാത്താൻ സേവകർ പോലും ഇത്തരം അവഹേളനം നടത്തില്ല എന്നതടക്കമുള്ള നിരവധി വിമർശനങ്ങളാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നതിനു ശേഷം ചില ജ്ഞാനായ തീവ്രവാദ ഗ്രൂപ്പുകൾ ജ്ഞാനായ സംരക്ഷണം എന്ന പേരിൽ തികച്ചും ക്രൈസ്തവ വിരുദ്ധമായ പ്രതിഷേധങ്ങളാണ് കോട്ടയം അതിരൂപത നേതൃത്വത്തിന് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം അതിരൂപതയിലെ മെത്രാന്മാരെ അവഹേളിച്ചുകൊണ്ടും തീർത്തും മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടും ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റൊരു കൂട്ടർ രൂപതയിലെ ദേവാലയങ്ങളുടെ ഉള്ളിലും വിശുദ്ധ കുർബാന മധ്യേ പോലും കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് UKKCയുടെ ഒരു യൂണിറ്റ് കുരിശിന്റെ വഴിയെ പോലും വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ട് UK-യിൽ പ്രതിഷേധം നടത്തിയത്. ജ്ഞാനായ കത്തോലിക്കരെ ആകർഷിക്കുവാൻ വേണ്ടി വെറുതെ ഒരു കത്തോലിക്ക സംഘടന എന്ന പേരിൽ അറിയപ്പെടുകയും അതേസമയം തികച്ചും കത്തോലിക്ക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും കുരിശിന്റെ വഴിയെ പോലും അവഹേളിക്കുകയും ചെയ്യുന്ന ഇത്തരം സംഘടനകളിൽ നിന്നും അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നും യഥാർത്ഥ ജ്ഞാനായ കത്തോലിക്ക വിശ്വാസികൾ തീർച്ചയായും അകന്നു നിൽക്കണം എന്ന അഭിപ്രായവും വിശ്വാസികൾക്കിടയിൽ ശക്തമാവുകയാണ്.